ഇറാനിൽ റെജീം ചേഞ്ച് പറഞ്ഞുകൊണ്ട് ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന നോക്കിങ്സ് റാലികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ട്രംപ് റെജീം ചേഞ്ച് പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങി വെക്കുകയും അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലായിട്ട് ട്രംപിനെതിരെ നേരത്തെയും ഇതേ കണക്ക് ട്രംപിനെതിരെ വൻ റാലികൾ അമേരിക്കയിൽ അരങ്ങേറിയിരുന്നു. അതേപോലെ 10,000 ഒത്തുകൂടിയ വലിയ റാലിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിലെ പ്രധാന ആവശ്യങ്ങളൊന്ന് ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾ, ഇറാനെതിരെയുള്ള യുദ്ധം, അതേ കണക്ക് തന്നെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ അമേരിക്കയിൽ നടന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങൾ പാളിയോ എന്നുള്ള വിലയിരുത്തലുകൾ കൂടിയിട്ട് വരുന്നുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബയുടെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കൂടിയിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ക്യൂബ കടുത്ത ഉപരോധത്തിലാണ്. വെനസ്വേലയെ അമേരിക്കയിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷമുള്ള ക്യൂബയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഊർജത്തിൻ്റെ ക്യൂബയിൽ അവിടെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. വലിയ തോതിലുള്ള ഊർജ്ജത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള വൈദ്യുതി തടസ്സം നേരിടുന്നതുകൊണ്ട് ആശുപത്രികൾ അടക്കം അവിടെ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ആ ക്യൂബയിലേക്ക് റഷ്യയിൽ നിന്നുള്ള കപ്പലുകൾ വരികയാണ്. എന്നാൽ മുമ്പ് റഷ്യ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാം ഇടപെടാൻ വരുന്ന ക്യൂബയെ സഹായിക്കാൻ വരുന്ന രാജ്യങ്ങളെ അമേരിക്ക തടയും, അവർക്ക് ഉപരോധം ഏർപ്പെടുത്തും, അവർക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ആ ട്രംപ് തന്നെ ഇന്ന് നിലപാട് മാറ്റുകയാണ്. റഷ്യ ആയാലും ആരായാലും അവരെ സഹായിക്കാമെന്നൊരു നിലപാട് കൂടിയിട്ട് ട്രംപ് വെക്കുകയാണ്. മൊത്തത്തിൽ അമേരിക്കയിൽ ട്രംപിനെതിരെ ഉയരുന്ന പ്രചാരണങ്ങൾ ട്രംപിൻ്റെ ഒരു ജനാഭിപ്രായം അല്ലെങ്കിൽ ട്രംപിനെതിരെ ജനപ്രീതി ഇടിയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ജിമ്മി, അമേരിക്കയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ട്രംപിൻ്റെ ഒരു ജനപ്രീതി കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യൂബയുടെ കാര്യത്തിലടക്കം അല്ലെങ്കിൽ റഷ്യയുടെ കാര്യത്തിൽ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് മാറ്റും. അതെന്താണ്? ഈ ട്രംപിൻ്റെ യുദ്ധതന്ത്രത്തിൽ ഒരുപാട് പാളിച്ചകൾ നമ്മൾ പല ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയെ ഒരു വലിയ യുദ്ധത്തിൽ കുരുക്കിയിടുക, ഉക്രൈൻ യുദ്ധത്തിൽ കുരുക്കിയിടുക, അതിനുശേഷം റഷ്യക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തുക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലാനുണ്ടായിരുന്നു. അത് വലിയ കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നാറ്റോയുടെ അടക്കം പിന്തുണയുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ യുദ്ധം ഇറാനിലെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയ ഒരു പടക്കമായി മാറിയതോടുകൂടി റഷ്യയുടെ കപ്പലുകൾ ആ കപ്പലുകളിലുള്ള എണ്ണയെല്ലാം വിൽക്കാനും അതിനുശേഷം റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയും വിൽക്കാനുള്ള അനുവാദവും ട്രംപ് മുതലാളി കൊടുത്തു. അങ്ങനെ അത് വേറൊരു കണക്കാണ്. അപ്പം ഇറാൻ വാറിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ കുറച്ച് തിരിച്ചടി വന്നു എന്നുള്ളതാണ്. അത് സംഭവിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു കപ്പൽ ഇവിടെ ക്യൂബയിൽ വന്ന് നങ്കൂരമിടുകയാണ്. 7,30,000 ബാരൽ എണ്ണയാണ്, ഈ പെട്രോളാണ് ക്യൂബയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകും ആ സർക്കാർ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ക്യൂബയ്ക്കൊരു പ്രാണവായുവാണ്. ഇത്രയും കാലം ട്രംപ് ഇത് തടഞ്ഞിരുന്നു. അതിന് ട്രംപ് പറഞ്ഞ കാര്യം ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് പറഞ്ഞത്. എന്ത് മൈൻഡ്? അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു അത് വേറെ. അപ്പോൾ 2-3 കാര്യങ്ങളിൽ ഇതിനകത്ത് രാഷ്ട്ര നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യ വാസ് ടെസ്റ്റിംഗ് വാട്ടേഴ്സ്. ട്രംപ് എന്ത് ചെയ്യും എന്ന് നോക്കാനായിരുന്നു. ഒരു തടസ്സവുമില്ലാതെ ഇങ്ങോട്ട് വന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി ഈ സമയത്ത് ഒരു കൊമ്പ് കോർക്കലിന് ശേഷിയില്ല. ക്യൂബയെ തടഞ്ഞ് ക്യൂബയെ ഇപ്പം മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് അത്തരം യുദ്ധങ്ങളിൽ നിന്ന് ട്രംപ് പിന്മാറുന്നു എന്നുള്ളതിന് രണ്ടാമത്തെ സാഹചര്യമാണ്. 3, ഇങ്ങനെ ഒരു നയതന്ത്ര പ്രശ്നം റഷ്യ എസ്കലേറ്റ് ചെയ്താൽ ചിലപ്പോൾ വേറൊരു യുദ്ധമുഖം തുറന്നാലോ എന്ന ഒരു ഭയം പോലുമുണ്ട്. ഈ ട്രംപും ഇസ്രായേലും ചേർന്ന് വലിയ പദ്ധതി ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തും ഒരു പദ്ധതി കാണുമല്ലോ, ഇപ്പുറത്തും ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇസാഖ് ദാർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ചൈനയിൽ ബെയ്ജിങ്ങിൽ ചർച്ച നടക്കുകയാണ്. ഇന്ന് വരുന്ന വാർത്ത റഷ്യ ഇടപെടുന്നു എന്നുള്ളതാണ്. നോക്കൂ, നാറ്റോ രാജ്യങ്ങൾ, അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ബെയ്ജിങ്ങിൽ നിന്ന് റഷ്യ, അമേരിക്കയും ഇസ്രായേലും ഒഴിച്ച് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം പാകിസ്ഥാൻ എന്ന ചരട് വഴി ഈ യുദ്ധത്തെ മറികടക്കാനുള്ള ഒരു പുതിയ സാധനങ്ങൾ മെനഞ്ഞ് വരുന്നുണ്ടാകാം, നമുക്കറിയില്ല. ചിലപ്പോൾ അതിനിടയ്ക്ക് ഈ ചർച്ചകൾ ഫലപ്രദമാകുന്നതിന് മുമ്പേ അന്തിമ കരയുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും എടുത്തു ചാടിയേക്കാം. പക്ഷേ വേറൊരു നെക്സസ് വളർന്നു വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ട്രംപിന് അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകാൻ പോവുകയാണ്. ഏറ്റവും ഇന്ന് രാവിലത്തെ വാർത്ത, നമുക്ക് ഹോർമൂസ് കടലിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് തീർക്കാവുന്നതാണ്. പറയുന്ന റെട്രിക് ആയതുകൊണ്ട് ഏക വട്ടാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇയാളുടെ കാര്യം എന്ന് നമ്മൾ പറയാത്ത ദിവസമില്ലല്ലോ ന്യൂസ് ഡെസ്കിൽ. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്യുന്നത്, എങ്ങനെയാണ്, ഇതൊന്നും ഒരു പിടിയില്ലാതിരിക്കെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ വേറെ വഴി നോക്കുകയാണ്. ഒന്ന്, ക്യൂബയിൽ ആരും ഒരു സഹായവും എത്തിക്കുന്നതിന് ലംഘിച്ചുകൊണ്ട് ഒരു റഷ്യൻ കപ്പൽ ക്യൂബയിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു. അതടുത്തത്. 3 നോക്കിങ്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന
അമേരിക്കയിലും അത് 2025 കുടിയേറ്റ കുടിയേറി വരുന്ന ആളുകൾക്കെതിരെയുള്ള വലിയ അതിക്രമങ്ങൾ ഐസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇയാൾ സർക്കാർ സംവിധാനം ഉണ്ടാക്കി അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ഉണ്ടായ മൂവ്മെൻറ്റാണ്. അതിൻ്റെ പിന്നിലുള്ള 50-51 എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, അത് 50 സ്റ്റേറ്റ്സ് 50 സ്ട്രഗിൾസ് 1 മൂവ്മെൻറ്റ്. ഞങ്ങൾക്ക് നേതാക്കളില്ല, പക്ഷേ രാജാവും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനം. അവരുടെ അടിസ്ഥാന തത്വം 3.5% ജനം ഒരു രാജ്യത്ത് തെരുവിലിറങ്ങിയാൽ ഭരണം മാറും, കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ബേസിക് കൺസെപ്റ്റ്. പല സംഘടനകളും ഈ 50-51 50-51 അതുപോലെയുള്ള വേറെയും പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. 2020 2026 മാർച്ചിൽ 26-ാം തീയതി 27-ാം തീയതിക്കും അവിടെ മുഴുവൻ 50 സ്റ്റേറ്റുകളിലും ഏതാണ് 50 സ്റ്റേറ്റുകളിലും വലിയ പ്രകടനങ്ങളാണ്. അതിനിടയ്ക്ക് എവിടെ ഒരിടത്ത് ഒരു പ്രകടനത്തിൽ തമാശയ്ക്ക് നമ്മൾ കണ്ടു, ട്രംപേ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് മലയാളികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് ലണ്ടനിലാണല്ലേ. നമ്മൾ കണ്ടു. ലോകം മുഴുവൻ ഇത് നടക്കുകയാണ്, അമേരിക്കയ്ക്ക് പുറത്തും. അത് വെച്ചാൽ ഈ റിപ്പബ്ലിക്കൻസിന് വലിയ ശക്തിയുള്ള ഇഡാഹോയിലും ഫ്ലോറിഡയിലും പോലും വലിയ പ്രകടനം നടക്കുകയാണ്. അമേരിക്കയിൽ അധികം താമസമില്ല മിഡ് ടേം ഇലക്ഷൻസ് വരിക നവംബറിൽ. അധികം താമസമില്ല. മിഡ് ടേം ഇലക്ഷൻസിൽ സാധാരണഗതിയിൽ പ്രസിഡൻറ്റിൻ്റെ പാർട്ടി തോക്കും, അതാണ് അമേരിക്കയുടെ രീതി. ഇത് അതിദയനീയമായി തോക്കാനുള്ള ഒരു സാധ്യത. 2, യുദ്ധത്തിൽ ഒരു $200 ബില്യൺ യുദ്ധ ബില്ല്, അതായത് ബജറ്റ് ഈ യുദ്ധത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് സെനറ്റ് കടന്നിട്ടില്ല, കടക്കാൻ വലിയ പാടാണ് ഓരോ ദിവസം കഴിയുന്തോറും. അങ്ങനെ പല രീതിയിൽ ട്രംപ് വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു സാഹചര്യം. ട്രംപിൻ്റെ സെൻസിബിലിറ്റിയും പോയോ എന്ന മട്ടിൽ അമേരിക്കയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ നോക്കിങ്സ് മൂവ്മെൻറ്റിൻ്റെത് വേറൊരു തരത്തിലുള്ള സമരമാണ്. അതുകൂടാതെ ഈസ് അവർ പ്രസിഡൻറ്റ് സെയിം എന്ന ഒരു രീതിയിലുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് പറയുന്നതല്ല, ട്രംപിന് വട്ടാണെന്ന് അമേരിക്കക്കാരും ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഇയാളുടെ പോളിസീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ടാരിഫ് വല്ലാതെ കൂട്ടുകയും അതനുസരിച്ച് വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോയിട്ട് അമേരിക്കൻ സർക്കാർ തന്നെ കോടതി തന്നെ ആ ടാരിഫുകളെല്ലാം മാറ്റി. അപ്പോൾ ട്രംപിൻ്റെ പല ശ്രമങ്ങളും പരാജയപ്പെടുന്നു. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒരുപോലെ ഡൊണാൾഡ് ട്രംപ് വലിയ വെല്ലുവിളി നേടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ സമയത്തായിരിക്കും ഇയാളുടെ മുഴുവൻ പിടിയും വിട്ടുപോകാനുള്ള സാധ്യത. എങ്ങനെയാണോ എപ്സ്റ്റീൻ ഫയൽസിനെ മറികടക്കാൻ വേണ്ടി ട്രംപ് ഈ ഗോഷ്ഠികൾ കാണിച്ചത്, എങ്ങനെയാണോ ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെ ഒരു അഴിമതി കേസിൽ അതിൻ്റെ അന്തിമ വിധിയിലേക്ക്, വിചാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, അതിനേക്കാൾ ഗുരുതരമായി രാഷ്ട്രീയമായി കൂടി ട്രംപിന് രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും തിരിച്ചടി നേരിടുകയാണെങ്കിൽ ട്രംപ് അന്തം വിട്ട് എന്തും ചെയ്യാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് പലരും കാണുന്നുണ്ട്. ദിവസം ട്രംപ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വെനസ്വേല കഴിഞ്ഞു, ഇറാൻ കഴിഞ്ഞു, അടുത്ത ക്യൂബയാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യൂബയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടാകുന്നു. അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ ഉയരുന്നു. ഇറാനിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ട്രംപ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ആകപ്പാടെ ഒരു അങ്കലാപ്പിലായിരിക്കില്ലേ? ഈ അമേരിക്കയിലെ പ്രക്ഷോഭങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ അതിൽ വലിയൊരു കൗതുകമുണ്ട്. ഇപ്പോൾ നേരത്തെ സിഗേഷ് ഓപ്പണിംഗ് റിമാർക്സിൽ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകളല്ല പങ്കെടുത്തത്, 9 മില്യൺ മനുഷ്യരാണ് പങ്കെടുത്തത്. 9 മില്യൺ 90 ലക്ഷം മനുഷ്യരാണ് പങ്കെടുത്തത്. അപ്പോൾ അത് നമ്മൾ കാണുക, ഈ യുദ്ധം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറാനിൽ റെജീം ചേഞ്ച് ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റെജീം ചേഞ്ച് ആവശ്യപ്പെട്ട് ഇറാനിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇറാനിൽ ആക്ച്വലി പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഈ സിസ്റ്റം മാറണമെന്ന അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ യുദ്ധം തുടങ്ങിയ ശേഷം എന്താ സംഭവിക്കുന്നത്? ആ ആളുകൾ പോലും ഭരണകൂടത്തോടൊപ്പം നിന്ന് നമുക്ക് ഈ വിദേശ അതിക്രമത്തെ എതിരിടണം എന്നൊരു നിലവാരത്തിലെത്തി. ഇറാൻ റെജീം എന്തായി? നേരത്തെ ഉള്ളതിനേക്കാൾ പവർഫുൾ ആവുകയാണ് ചെയ്തത്. നേരെ തിരിച്ച് റെജീം ചേഞ്ചിന് വേണ്ടി എവിടെയാണ് പ്രകടനം നടക്കുന്നത്? അമേരിക്കയിലാണ്. അമേരിക്കയിൽ റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഈ നോക്കിങ്സ് 3 ആണ് ഇപ്പോൾ നടന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്നു. പിന്നെ ഇങ്ങേരുടെ ഫസ്റ്റ് ടേമിൽ 2017 ഫസ്റ്റ് ടേമിൽ 2017 വെച്ചാൽ അദ്ദേഹം പ്രസിഡൻ്റായി ഏതാനും ആഴ്ചകൾക്കകം തന്നെ അത് നടന്നു. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് 2017 5 മില്യൺ ആളുകളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ വർഷം 2025 അത് 6 മില്യനായി. ഈ വർഷം അത് 9 മില്യൺ മനുഷ്യരായി. അപ്പോൾ ജിമ്മി ഇവിടെ പറഞ്ഞല്ലോ 3.5 കോൺസെപ്റ്റ് ഡോക്ട്രിൻ, ആ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അക്കാഡമിക് ഉണ്ട്, എറിക്ക ഷനാവത്ത് പറഞ്ഞിട്ട്, അവരുടെ ഒരു തിയറിയാണത്. ഒരു പോപ്പുലേഷനിൽ 3.5 ആളുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അവർ പറയുന്നത് മാസീവ് സസ്റ്റൈൻഡ് ആൻഡ് നോൺ വയലൻറ്റ് ആയിട്ടുള്ള അത് നോൺ വയലൻ്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു നോൺ വയലൻറ്റ് സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെജീം കൊളാപ്സ് ആണെന്നുള്ളതാണ് ആ തിയറി.
ആ തിയറിയുടെ ശരിതെറ്റുകൾ വേറെ വിഷയം. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് 9 മില്യൺ ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക 340 മില്യൺ ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 9 മില്യൺ ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ 3.5 ആണ് 11.9 മില്യൺ ആവണം. ഇവരുടെ തിയറി പ്രകാരം 340 മില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 3.5 മില്യൺ ആളുകൾ പങ്കെടുക്കണമെങ്കിൽ 11.9 മില്യൺ ആളുകൾ പങ്കെടുക്കണം. ഇപ്പോൾ ഇന്നലെ എത്ര പേര് പങ്കെടുത്തു? 9 മില്യൺ പങ്കെടുത്തു. അങ്ങനെ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് ആ തിയറി പ്രകാരം, അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഗംഭീരമായുള്ളൊരു സംഗതിയാണ്. ഒരു ഇപ്പോൾ പറഞ്ഞില്ലേ 50-51 എന്ന് പറയുന്നത്, 50-51 അല്ലെ 50-501 എന്ന് നമ്മൾ വിചാരിക്കും നമ്മളിവിടെ കോൺഗ്രസ് CPI എന്നൊക്കെ പറയുന്ന ഒരു സംഘടനയൊന്നുമല്ല, എന്തെങ്കിലും ഒരു സ്ട്രക്ചേർഡായിട്ടുള്ളൊരു സംഗതിയല്ല. അതൊരു ഓൺലൈൻ പ്രസൻസാണ്. അത് ഇൻഡിവൈസിബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ടീമുണ്ട്, അവരുമാണ് ഇതിൻ്റെ ഭാഗമായുള്ളത്. ഇതെല്ലാം ഓൺലൈൻ. ഇതിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആരാ, അല്ലെ ആ സ്റ്റേറ്റിലെ പ്രസിഡൻ്റ് ആരാന്ന് വെച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. ഇതെല്ലാം എ കൈൻഡ് ഓഫ് ഓൺലൈൻ ആക്ടിവിസ്റ്റാണ്. ഈ മനുഷ്യർ അവരുടെ പ്ലാറ്റ്ഫോമുകൾ, വ്യത്യസ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങൾക്ക് ഈ ആശയം കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്രയും മാസീവായിട്ട് ജനങ്ങൾ പങ്കെടുക്കണമെങ്കിൽ അറൗണ്ട് 2000 ഇവൻറ്റ്സ് നടത്തുന്നതാണ് പറയുന്നത്. 2000 ഇവൻറ്റ്സ് സിംഗിൾ ഡേ. അമേരിക്കൻ ഹിസ്റ്ററിയിലെ ലാർജസ്റ്റ് മാസീവ് ഇവൻറ്റ് എന്നാണ് പറയുന്നത്. ഒരൊറ്റ ദിവസം 9 മില്യൺ അമേരിക്കക്കാർ തെരുവിലിറങ്ങി. അവരുടെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങളാണ്. ഒന്ന് ഇറാൻ വാർ, അവിടുന്ന് പോരണം, ഈ പരിപാടി നിർത്തണം. രണ്ടാമത് ഈ ICEയുടെ അവരുടെ എന്താ പറയുക കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ. മൂന്നാമത്തെ ഗുരുതരമാണ്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഗുരുതരമായുള്ളതാണ് എപ്സ്റ്റീൻ ഫയൽസ്. മുഴുവൻ ഫയലുകളും റിഡാക്ട് ഒന്നും ഒളിച്ചു വെക്കാതെ സമ്പൂർണ്ണമായിട്ട് പുറത്തു വിടണം എന്നുള്ളതാണ്. ഇതിലൊന്നും അത് അഗൈൻ നമ്മൾ ആലോചിച്ച് നോക്കുക. അമേരിക്കൻ സൊസൈറ്റിയുടെ അല്ലെ അമേരിക്കൻ ഡെമോക്രസിയുടെ ഒരു കരുത്ത് കൂടെയാണത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ രാജ്യം വേറൊരു രാജ്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ യുദ്ധം നമുക്ക് പറ്റിയതല്ല, ഇതിന്ന് പിന്മാറണം, ഞങ്ങളുടെ കൈ അതിനകത്തില്ല, എൻ്റെ ടാക്സ് മണി അതിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രകടനം നടക്കും. പ്രകടനം പോട്ടെ, ഒരു സെമിനാർ നടക്കും. നടത്തിയാൽ അവൻ്റെ കഥ എന്താവും? അവൻ എവിടെ കിടക്കും? അപ്പോൾ അവിടെയാണ് നമ്മളിത് കാണേണ്ടത്. ഈ രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ഗുരുതരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെയുള്ള 9 ലക്ഷം മനുഷ്യർ തെരുവിൽ വന്ന് പറയുക. 9 ലക്ഷം അല്ലടാ, 9 മില്യൺ എന്ന് പറഞ്ഞാൽ 90 ലക്ഷം. 90 ലക്ഷം മനുഷ്യർ തെരുവിൽ വന്ന് പറയുകയാണ്, എൻ്റെ നികുതി പണം കൊണ്ട് ഈ പരിപാടി നടത്തും. ഇസ്രായേലിലും പ്രകടനം ഇസ്രായേൽ ഇത്ര മാസീവ് അല്ല. മാത്രമല്ല അവിടുത്തെ ഈ പറയുന്ന പല പോളിലും കുറേ അധികം ആളുകൾ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ആലോചിച്ചു, ഇതാ ഡെമോക്രസിയുടെ ഒരു കരുത്താണ്. അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഡെമോക്രസിയുടെ കരുത്തായിട്ടാണ് ഒന്നാമതായി കാണുന്നത്. അപ്പോൾ ഇത്രയും കരുത്തുറ്റ ഇൻറ്റേർണൽ ഡെമോക്രസിയുള്ള ഒരു രാജ്യത്ത് ഇതേമാതിരി ഒരു ഡെല്യൂഷണൽ സെമി ലൊനാറ്റിക് പ്രസിഡൻറ്റ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? സെമിയായുള്ള ലുനാറ്റിക് എന്ന് പറയുമ്പോൾ അയാളെ ഈ അസൈലത്തിൽ കൊണ്ടുപോയിടേണ്ടി വരുമല്ലോ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. എന്നാൽ പിന്നെ അവർ ഈ പറയുന്ന IC അതും എഗൻ എന്താണ്, നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രത്തിൽ നുഴഞ്ഞു കയറിയ ആളുകൾക്കെതിരെയുള്ള ഒരു നീക്കം എന്നുള്ള നിലക്കായിരിക്കുമല്ലോ ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഈ മൂവിനെ വിശേഷിപ്പിക്കുക. പക്ഷെ ആ പരിപാടി നിർത്തണം എന്നുള്ളതാണ്. ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, അതാണ് IC പരിപാടി നിർത്തണം. പിന്നെ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ഭരണ നേതൃത്വം ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങൾ അതിൽ ഞങ്ങളില്ല, ഞങ്ങളുടെ തുക, ഞങ്ങളുടെ ടാക്സ് മണി അതിലുണ്ടാകാൻ പാടില്ല എന്ന് പറയും മനുഷ്യർ രംഗത്തിറങ്ങുകയാണ്. അത് അസാധാരണമായുള്ളൊരു സാഹചര്യമാണ്. ആ ഡെമോക്രസിയുടെ ഒരു കരുത്താണ്. അപ്പോൾ അത്രയും ഡൈനാമിക്കായുള്ളൊരു സൊസൈറ്റി അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ മനുഷ്യന് അധികാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്ക ഇവിടെ പുറത്ത് പിഴക്കുന്നു, ഇറാനിൽ പിഴക്കുന്നു, പിന്നെ ക്യൂബയിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു. അകത്ത് ഇത്രയും വലിയ ഒരു ഇതുണ്ടാകുമ്പോൾ ഞാൻ തോന്നുന്നു കുറച്ചും കൂടെ നല്ല നാളുകൾ ആ നിലക്ക് അമേരിക്കക്ക് അകത്ത് ആ ഒരു നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ജനത ആ ലീഡർഷിപ്പിനെ തിരുത്തുകയും ഒരു ബെറ്റർ ഡേ സംഭവിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു.